2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ബി.ജെ.പി എത്ര സീറ്റുകൾ നേടും? ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച അത് കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഇത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തുകയാണ്. അപ്പോൾ എനിക്കൊപ്പം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറും ഡീനുമായ ഡോക്ടർ കെ ജയപ്രസാദ് ചേരുന്നുണ്ട്. സാർ, ABC ചാറ്റിലേക്ക് സ്വാഗതം. എന്റെ ചോദ്യം ഇതാണ്: ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ലീഡുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയായിരിക്കും? ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ പാകമായി വരുന്നു എന്നതാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തെളിയിക്കുന്നത്. കാരണം ബി.ജെ.പിയുടെ വളർച്ച ഒരു പെട്ടെന്നുണ്ടായ വളർച്ചയല്ല, വളരെ ഗ്രാജുവലായിട്ട് ഓരോ തിരഞ്ഞെടുപ്പിലും 40 വർഷം കൊണ്ട് 1984 മുതൽ 2024 വരെ വരുമ്പോഴും ബി.ജെ.പിയുടെ വളർച്ചയിലുണ്ടായ മാറ്റം അത് ശരിക്കും കേരളത്തിന്റെ ഒരു സമഗ്രമായ, കേരളത്തിലെ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഏതാണ്ട് ഒരുപോലെയുള്ള ഒരു വളർച്ച നമുക്കാണ്. ഇതിനകത്ത് ഞാൻ ഈ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 40,000-നും 60,000-നും ഇടയിലും 28 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു 17 മണ്ഡലങ്ങളിൽ 30,000-നും 40,000-നും ഇടയിൽ വോട്ട് ലഭിക്കുകയുണ്ടായി. കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 1 മുതൽ 1.25 ലക്ഷം വരെയൊക്കെയാണ് സാധാരണഗതിയിൽ പോൾ ചെയ്യുന്ന വോട്ട്. അപ്പൊ നമുക്ക് ഇത് സൂചിപ്പിക്കുന്നത് ബി.ജെ.പിക്ക് ഏതാണ്ട് ഒരു 40-45 സീറ്റിൽ വളരെ കംഫർട്ടബിളായ ബേസ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിലുണ്ട്. ഈ കംഫർട്ടബിൾ ആയ ബേസ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമുണ്ടായ ഒരു കുതിച്ചുചാട്ടമല്ല. വിശേഷം കഴിഞ്ഞ 2014 അതിനുശേഷം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 4 തെരഞ്ഞെടുപ്പുകളുടെ അവലോകനം നമ്മൾ നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തില് പ്രകടമായിട്ടില്ലായിരുന്നു ചില മണ്ഡലങ്ങളിൽ. പക്ഷെ എന്നാൽ പോലും ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് കാണാം. വിശേഷിച്ചും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 45 സീറ്റുകൾ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് തന്നെ, അതായത് ബി.ജെ.പിക്ക് വേണമെങ്കിൽ വിജയിച്ചു വരാൻ കഴിയും. കാരണം ഒരു ശരിയായ ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലാണ് വിജയിച്ചുവെങ്കിലും മറ്റ് 2 നിയോജക മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരവും ആറ്റിങ്ങലും 1.62% തിരുവനന്തപുരവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഏതാണ്ട് അതേ 1.6% അവിടെയും ബി.ജെ.പി തോൽക്കുന്നത്. അതായത് 3 മണ്ഡലങ്ങളിൽ വിജയ സാധ്യതയുണ്ടായിരുന്നു. ഏതാണ്ട് 16,000-ഓളം വോട്ടിന്റെ കുറവിനാണ് 2 മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ പരാജയം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ വിജയം മാത്രമായിരിക്കും നമ്മൾ കണക്കാക്കുക. പക്ഷേ നമ്മളിവിടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി 2 പ്രബലമായ മുന്നണികൾ, നമുക്കറിയാം കേരളത്തിലെ 67 മുതൽ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന 2 ധ്രുവീകരിച്ച 2 രാഷ്ട്രീയം ഇടത് വലത് മുന്നണികളായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആദ്യമേ തന്നെ എല്ലാവരും ഒരു 3ാം മുന്നണിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. ഒരു പരിധിവരെ അത് വളരെ ശരിയുമായിരുന്നു. ആ 3ാം മുന്നണിയുടെ പ്രസക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ 3-4 തിരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നമുക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഇന്ന് കേരളത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബി.ജെ.പി കേരള രാഷ്ട്രീയത്തിന് പാകമായി കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ പാകമായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുന്നണി ബന്ധങ്ങളിലൂടെ ഇപ്പൊ ബി.ഡി.ജെ.എസ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രധാനമായിട്ടും സഖ്യകക്ഷിയായിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചുകൂടി വിപുലീകരിക്കുകയും വിശേഷിച്ചും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെയാണ് സാർ എന്റെ ഒരു ചോദ്യം.
സാർ അവിടെയാണ് എന്റെ ചോദ്യം. ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം എൻ ഡി എക്കൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് സാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ 45 സീറ്റുകൾ എന്ന് ഇപ്പോൾ പറയുന്നു, അതിന് മുകളിലേക്ക് പോകില്ലേ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയാൻ കഴിയുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, അതുപോലെ എറണാകുളം, ഈ പ്രധാനമായിട്ട് ഈ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് കൂടുതലും കേരള കോൺഗ്രസ് ബെൽറ്റിൽ ബി ജെ പിയുടെ വോട്ട് 20-25,000-ത്തിനും 30,000-ത്തിനും ഇടയ്ക്കാണ് കൂടുതൽ മണ്ഡലങ്ങളിലും വരിക. അപ്പോൾ 2004 ഈ ഒരു പരീക്ഷണം അന്ന്, അതായത് 2004 പി സി തോമസ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് തന്നെ ഈ ഒരു പരീക്ഷണത്തിന്റെ വിജയമായിരുന്നു. അന്ന് ഒരു പരിധിവരെ അദ്ദേഹത്തിന് അനുകൂലമായത് അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും അതുപോലെയുള്ള സർവേകളും ഒക്കെ പ്രവചിച്ചിരുന്നു. കേരളത്തിലെ വോട്ടർമാരും അദ്ദേഹം മന്ത്രിയായിരുന്നു, വാജ്പേയി മിനിസ്ട്രിയിൽ തീർച്ചയായിട്ടും മന്ത്രിയാകും എന്നുള്ള ഒരു 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 വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പി സി തോമസിന് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് ഈ പരീക്ഷണം കേരളത്തിൽ വിജയിക്കും എന്നുള്ളതിന് തെളിവാണ്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണ ഒരു പൊളിറ്റിക്കൽ അലയൻസിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരുമ്പോഴും, വിശേഷിച്ചും ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സിൽ ഒരു ധ്രുവീകരണമുള്ള ഒരു രാഷ്ട്രീയത്തിൽ വരുമ്പോഴത്തേക്കും ആരും ഒരു എടുത്തുചാട്ടം, അധികാരമില്ലാത്ത ഒരു കേന്ദ്രത്തിലേക്ക് എടുത്തുചാട്ടത്തിന് തയ്യാറാവില്ല. അപ്പം ബി ജെ പിക്ക് കേരളത്തിലുണ്ടായിരുന്ന പ്രശ്നം, ബി ജെ പി മുന്നണിയിലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയുടെ ഭാവി എന്താണ്, അതിന് വിജയ സാധ്യതയുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യതയില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. ആ മനോഭാവമാണ് ഇവിടെ പൊളിച്ചെഴുതിയത്, 2024 പൊളിച്ചെഴുതിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് മാറ്റപ്പെട്ടു. സർ, ഈ പൊളിറ്റിക്കൽ സൈക്കോളജി നോക്കുമ്പോൾ ഒരു തവണ വോട്ട് ചെയ്ത ആൾക്ക് രണ്ടാമത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, അത് അയാൾ മാനസികമായി പിന്നീട് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതായത് ബി ജെ പിയുടെ ഒരു പ്രത്യേകത, അത് ഇവിടെ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ കാണാം. ബി ജെ പി വളർന്ന സ്ഥലങ്ങളിൽ ബി ജെ പി സ്പ്രെഡ് ചെയ്തപ്പം ഭാരതീയ ജനസംഘത്തിന്റെ രൂപീകരണത്തിൽ ആദ്യം മധ്യപ്രദേശ്, അല്ലെങ്കിൽ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് അത് ക്രമേണ ഹിന്ദി ബെൽറ്റിലേക്കും പിന്നീട് അത് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കും വന്നിരുന്നു. അപ്പൊ 2014 ബി ജെ പി ജയിക്കുന്നതും 2019 ബി ജെ പി ജയിക്കുമ്പോഴും 19 ചെറിയൊരു വ്യത്യാസമുണ്ട്. കിഴക്കൻ ഇന്ത്യയിലേക്ക്, ഉദാഹരണത്തിന് ബംഗാളിൽ 18 സീറ്റ് ലഭിച്ചിരുന്നു, ആസാമിൽ 9 സീറ്റ് ലഭിച്ചിരുന്നു, അതോടൊപ്പം തന്നെ ഒറീസയിൽ 8 സീറ്റ് ലഭിച്ചിരുന്നു. കിഴക്കൻ ഇന്ത്യയിലേക്കും വ്യാപിച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോടെ നമുക്ക് കാണാം ബി ജെ പി ഒരു ഓൾ ഇന്ത്യ തലത്തിൽ സൗത്ത് മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏതാണ്ട്, വിശേഷിച്ച് സൗത്തിൽ ബി ജെ പി കാര്യമായ വളർച്ച നേടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാടിൽ സീറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും ഏതാണ്ട് 18.74% വോട്ട്, ഒരു 3% വോട്ടുണ്ടായിരുന്ന സ്റ്റേറ്റിൽ വളരുകയുണ്ടായി. അപ്പം മാത്രമല്ല, തെലങ്കാനയിൽ ബി ജെ പി ആണ് പ്രധാന പ്രതിപക്ഷമായി, ഭരിക്കുന്ന കോൺഗ്രസിന് ബദലായിട്ട് പാർലമെന്റിൽ തുല്യ സീറ്റുകളിലൂടെയാണ് ബി ജെ പി ജയിച്ചത് തെലങ്കാനയിൽ. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു ശരിക്കും ബി ജെ പി അലയൻസിലൂടെയാണ് ചന്ദ്രബാബു നായിഡു ഇത്രയും നേട്ടം ഉണ്ടായത്. കാരണം ബി ജെ പി ഇല്ലായിരുന്നു, കാരണം നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സപ്പോർട്ടിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 4% വോട്ട് കുറവാണ് അവിടെ ടി ഡി പിക്ക് ലഭിച്ചത്. പക്ഷെ ബി ജെ പിയും ജനസേനയും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ നല്ലോണം വർക്കൗട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിലാണ് കേരളത്തിലെ ഒരു സീറ്റ് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഒരു 10 സീറ്റ് വിജയിക്കുന്നതിന് തുല്യമാണ്. കാരണം ആ തരത്തിലുള്ള കഠിനാധ്വാനവും ത്യാഗവും സഹിച്ചാണ് ബി ജെ പി കേരളത്തിൽ സർവൈവ് ചെയ്തത്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു സാർ, ഒരു ചോദ്യം. എനിക്ക് തോന്നുന്നു 85 ബി ജെ പി ആയി മത്സരിക്കുമ്പോൾ ഏതാണ്ട് 1%-ലധികം വോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 40 വർഷങ്ങൾക്ക് ഇപ്പുറം 20%-ലേക്ക് എത്തിയിരിക്കുന്നു അല്ലെ? അങ്ങനെയല്ലേ കണക്ക്? അതെ. അപ്പൊ ഇവിടെ നമ്മൾ കേരളം ഹൈലി പൊളിറ്റിസൈസ് ചെയ്ത ഒരു സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിൽ അത് പ്രധാനമായിട്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പശ്ചാത്തലവും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഒരു ജനകീയ സ്വഭാവം കേരളത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിലുണ്ട്. അപ്പൊ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പോഴും ന്യൂസ് ചാനലിൽ കൂടുതൽ കാണുന്ന ആളുകൾ മലയാളികളാണ്. മറ്റ് സ്റ്റേറ്റിൽ ഇപ്പം പശ്ചിമ ബംഗാൾ ഒരു പരിധി വരെ അത് ഇതേപോലെ വളർന്നതാണ്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 3 സംസ്ഥാനങ്ങൾ, കേരളം, ത്രിപുര, പശ്ചിമ ബംഗാൾ, ഈ 3 സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നതും ഹിന്ദുത്വ രാഷ്ട്രീയത്തെയാണ്. അത് EMS പോലെയുള്ളവർ ആദ്യമേ തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ കേരളത്തിൽ ആദ്യമായിട്ട് RSSനെ കുറിച്ച് പറയുന്നത് EMS നമ്പൂതിരിപ്പാണ്.
1946 അതില് രാമസിംഹൻ വധത്തോടനുബന്ധിച്ച് നടക്കുന്നതിൽ EMS ദേശാഭിമാനി ലേഖനം എഴുതുമ്പോഴാണ് ആദ്യമായിട്ട് RSSന്റെ പേരൊരു ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വരുന്നത്. കാരണം അതിന് അപ്പോൾ എൻ്റെ ഒരു നിരീക്ഷണത്തില് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വോട്ട് ബാങ്ക്, ബേസിക് വോട്ട് ബാങ്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസിക് വോട്ട് ബാങ്കും ഹിന്ദു സമൂഹത്തിൽ മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ കാര്യമായ പിന്തുണ, കേരളത്തിലെ ഒരു ടാക്ടിക്കലായിട്ട് അവർക്ക് സപ്പോർട്ട് ലഭിക്കുന്നതല്ല, അതിന്റെ സോൾ ആയിട്ടുള്ള ഒരു ബേസ് ന്യൂനപക്ഷ സമൂഹത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചിരുന്നില്ല. പശ്ചിമ ബംഗാളിലും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ആശയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഈവൻ CPMന്റെ നേതൃത്വ നിരയിലോ ഒന്നും തന്നെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ചില സംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ വന്നിട്ടുണ്ടാവും, പക്ഷേ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബേസിക്കലി രണ്ടുപേരുടെയും സോഷ്യൽ ബേസ് ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ RSSന്റെ പ്രവർത്തനം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വ്യാപിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 79 ശേഷം വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്നത്. CPMന്റെ ശക്തി കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ RSSകാർ കൊല്ലപ്പെടുകയും സ്വാഭാവികമായിട്ടും അക്രമത്തിന്റെ പാതയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ലൈനിലേക്ക് കേരളത്തിൽ RSSന്റെ പ്രവർത്തകർ പലയിടത്തും, അത് വ്യക്തിപരമായിട്ടാണെങ്കിലും പിടിച്ചു നിന്നത് കേരളത്തിൽ CPMനോട് ഫൈറ്റ് ചെയ്യാൻ. അപ്പം മുസ്ലിം ലീഗുമായിട്ടോ കേരള കോൺഗ്രസുമായിട്ടോ ഇതുവരെ കേരളത്തിൽ യാതൊരു സംഘർഷവും ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാറാടിലെ തീവ്രവാദികൾ നടത്തിയ ഒരു ആക്രമണം കഴിഞ്ഞാൽ, അല്ലാതെ ഈ ഒരു ദേശീയ തലത്തിൽ നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷം ഉണ്ടായിരുന്നു. ചില തർക്കങ്ങളൊക്കെ, ഇപ്പൊ നിലയ്ക്കൽ പോലുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമൂഹം ഹിന്ദു സമൂഹത്തിനോട് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് അടുക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോപ്പഗൻഡയാണ്. അപ്പൊ കേരളത്തിലെ ബൈപോളാർ പോളിറ്റിക്സിലെ പ്രോമിനന്റ് റോൾ എടുക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ രാഷ്ട്രീയ ശക്തികൾ സ്വാഭാവികമായിട്ടും ഒരു തേർഡ് ഫ്രണ്ടിനെ ഓപ്റ്റ് ചെയ്തിരുന്നില്ല. മറ്റൊന്ന്, ഹിന്ദു സമൂഹത്തിലെ ജാതി സംഘടനകൾ വളരെ സുശക്തമാണ്. NSS, SNDP പോലെയുള്ള സംഘടനകൾ വളരെ സുശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുത്വ ക്യാൻവാസിന് കേരളത്തിൽ വികസിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. BJPയുടെ വളർച്ച പ്രധാനമായിട്ടും അവരുടെ ഘടന എന്ന് പറയുന്നത് സംഘടനാ സംവിധാനത്തിലും ആശയപരമായി കൂടെ നിൽക്കുന്ന വെല്ലുമാണ് BJP ഒരു പരിധി വരെ നിലനിന്നിരുന്നത് 2014 വരെ. 14 തെരഞ്ഞെടുപ്പ് മുതൽ BJPയുടെ സപ്പോർട്ട് ബേസ് BJPക്ക് പുറത്ത്, അതായത് അനുഭാവികൾക്ക് പുറത്ത്, അത് ഗവൺമെന്റിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. വികസന രാഷ്ട്രീയമാണ് BJP മുന്നിൽ വെക്കുന്നതെന്നും ഈ പറയുന്നത് പോലെയുള്ള വർഗീയ ഫാസിസം അല്ല എന്നുമുള്ള തിരിച്ചറിവ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ, അപ്പൊ നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഒന്നും തന്നെ BJPക്ക് അനുകൂലമായ ഒരു ലേഖനം പോലും, അതായത് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാരിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷനും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പൗരന്മാർക്ക് ലഭിക്കുന്നില്ല. പക്ഷെ അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ അവർ തിരിച്ചറിയുന്നുണ്ട് വികസനം രാജ്യത്ത് നടക്കുന്നുണ്ട്, ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രഭാവം വർദ്ധിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം, നമുക്കറിയാം 2014 10ാമത്തെ സമ്പദ്ശക്തിയിൽ നിന്ന് നമ്മൾ 5ാമത്തെ സമ്പദ്ശക്തിയായി മാറുന്നു. മറ്റു സകല മേഖലയിൽ, റെയിൽവേയിലെ റോഡ് വികസനത്തിൽ ഇപ്പൊ മഞ്ചേശ്വരം മുതൽ നമുക്ക് പാറശാല വരെയുള്ള നാഷണൽ ഹൈവേ കേരളത്തിൽ തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. പലതരത്തിലും വികസനപരമായ കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്, മറ്റ് ജനക്ഷേമപരമായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ബേസ്, ഇപ്പൊ നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത 2019 അത് പ്രകടമായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് അതിന്റെ ശക്തി, അതിന്റെ പിന്തുണ, അതിന്റെ സാധാരണ കേഡറിലും അനുഭാവികളിൽ നിന്ന് പുറത്തേക്ക് അത് പോകുമ്പോഴാണ്. ഓക്കെ, ഇന്ന് ഇപ്പൊ നമുക്കറിയാം, ഉദാഹരണത്തിന് ഏറ്റവും BJPയുടെ വളർച്ചയെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ട 2-3 മണ്ഡലങ്ങൾ. ഒന്ന്, ഞാൻ തിരുവനന്തപുരത്തെ മാറ്റി നിർത്തുകയാണ്, ആറ്റിങ്ങൽ നിയോജക മണ്ഡലം. കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് പഴയകാലത്ത് ചിറയൻകീഴ്, പിന്നീട് ആറ്റിങ്ങലുമായിട്ട് മാറിയിട്ടുള്ളത്. അവിടെ തന്നെ 2 നിയമസഭാ മണ്ഡലങ്ങൾ, കഴക്കൂട്ടവും അതുപോലെ തന്നെ ആറ്റിങ്ങലും, രണ്ട് മണ്ഡലം. അല്ല കഴക്കൂട്ടല്ല, കാട്ടാക്കടയും ആറ്റിങ്ങലും. അല്ല, ഞാൻ കഴക്കൂട്ടത്തിനെ ആറ്റിങ്ങലിനെ ഒരു ഉദാഹരണമായി പറയാൻ കാരണം, ആറ്റിങ്ങലിലെ ഡെമോഗ്രഫി, വിശേഷിച്ചും ഹിന്ദു സമൂഹത്തിലെ പ്രധാന പിന്നോക്ക സമൂഹം എന്ന് പറയുന്ന ഈഴവ സമൂഹം, അതായത് ഈഴവ തീയ സമൂഹമാണ്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്നുള്ളത്. അപ്പൊ അവർക്ക് തിരുവിതാംകൂറിൽ ഏറ്റവും ശക്തമായ ബേസ് ഉള്ള, അതായത് കേരളത്തിലെ തിരുവിതാംകൂറിലെ ഏറ്റവും തെക്കേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായ അടിത്തറയുള്ള ഒരു പ്രമുഖം, കൂടുതലും ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് അവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്, ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അപ്പൊ അനിരുദ്ധനെ പോലെയുള്ള ആളാണെങ്കിൽ, സമ്പത്തിനെ പോലെയുള്ള ആളാണെങ്കിൽ, ആ തരത്തിൽ ആ മണ്ഡലത്തിലാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് 2019 ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുമ്പോഴും അതുകൊണ്ട് 17% വോട്ട് വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം ഈ ഏതാണ്ട് 31% അത് കുതിച്ചുയർന്നു. മാത്രമല്ല ശരിയായ ത്രികോണ മണ്ഡലം, തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്ത് ത്രികോണ മണ്ഡലം അവസാനത്തെ റൗണ്ടിൽ പരാജയപ്പെട്ടു. കാരണം പന്ന്യൻ രവീന്ദ്രന്റെ വോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 1,15,000-ലധികം വോട്ടിന് താഴെയാണ്. അപ്പൊ അതുകൊണ്ടൊരു ത്രികോണ മത്സരം അവിടെ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അങ്ങനെയല്ല, ശരിയായ ത്രികോണ മത്സരം നടക്കുകയും BJP അതിന്റെ ശക്തി തെളിയിക്കുകയും ചെയ്തു. അപ്പൊ അതായത് BJPയുടെ കേഡറിനപ്പുറം ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തില് 84 മുതൽ BJPക്ക് ഒരു അടിത്തറയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP സാമാന്യം നല്ല ശക്തമായ ഒരു പ്രസ്ഥാനമാണ്, ജനകീയ പ്രസ്ഥാനമാണ്. 2014 തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ 4 മണ്ഡലങ്ങളിലും ഒ രാജഗോപാല് ഭൂരിപക്ഷം നേടിയിരുന്നു, അതായത് നഗരമണ്ഡലങ്ങളിൽ. പക്ഷേ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വളർച്ചയിൽ നിന്ന് വിഭിന്നമാണ് നമുക്ക് ഒരു പഠനത്തിന് നമുക്ക് വിധേയമാക്കേണ്ടത് ആറ്റിങ്ങലിലെ മണ്ഡലമാണ്. ഞാൻ എന്തുകൊണ്ട് തൃശ്ശൂർ എടുത്തില്ല എന്ന് പറയാം. സാധാരണ രാഷ്ട്രീയ നിരീക്ഷകര് ഒറ്റനോട്ടത്തിൽ ഇടതുപക്ഷ സൈദ്ധാന്തികരൊക്കെ പറയും അത് സിനിമാ നടനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണം പറയും. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. നമുക്കിപ്പോ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങൾ അപ്പം 1ഓ 2ലോ അല്ല നിൽക്കുന്നത്. അതായത് തൃശ്ശൂര് വിജയിച്ച മണ്ഡലം കഴിഞ്ഞാൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഈ 6 നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് 25% മുകളിലാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഞാൻ BJPയുടെ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു കമ്പാരിസൺ, ഇപ്പൊ ഇടതു മുന്നണിയും BJPയും ഈ 6 നിയോജക മണ്ഡലങ്ങൾ, അതായത് തൃശ്ശൂര്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഇതിൽ എവിടെയാണ് ഇടതു മുന്നണി നിൽക്കുന്നത്, എവിടെയാണ് BJP നിൽക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് തൃശ്ശൂർ മണ്ഡലത്തിലെ ഇടതു മുന്നണിയുടെ വോട്ട് എന്ന് പറയുന്നത് 30.95%. അതില് BJPക്ക് അവിടെ 37.8% ലഭിച്ചു. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് BJPക്ക് 35.55-ഉം ഇടതുപക്ഷത്തിന് 25.74-ഉമാണ്. ആറ്റിങ്ങലില് BJPക്ക് 31.64-ഉം ഇടതുപക്ഷത്തിന് 33.25-ഉമാണ്. പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിന് 32.79-ഉം BJPക്ക് 25.49-ഉം. ആലപ്പുഴയില് BJPക്ക് 28.3-ഉം ഇടതുപക്ഷത്തിന് 32.21-ഉമാണ്. പാലക്കാട് BJPക്ക് 25.31-ഉം ഇടതുപക്ഷത്തിന് 33.36-ഉമാണ്. അപ്പൊ ഇവിടെ ഞാനിത് പറയാൻ കാരണം, എന്തുകൊണ്ട് BJPയുടെ സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം BJP ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ നടത്തുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 45 സീറ്റുകളിലേക്ക് പ്രധാന ശക്തിയായി വളരാൻ കഴിയും. കാരണം അവിടെ വോട്ട്, ഇപ്പൊ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ പരമ്പരാഗതമായി വോട്ട് മറിയുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല ഈ പല മണ്ഡലങ്ങളിലെയും. അപ്പൊ ഈ വളർച്ച 2014, 19, 24 ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴാണ് ഈ വളർച്ച സ്റ്റേബിൾ ആണെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ സ്ഥിരതയുണ്ട്. കാരണം ആ ഒരു വോട്ട് സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞത്. രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഈ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ സാധ്യത ആറ്റിങ്ങലിനാണ്. തീർച്ചയായിട്ടും ഞാൻ ആ A ക്ലാസ് എന്നുള്ളത് എനിക്ക് പണ്ടേ വിശ്വാസമുള്ള ഒരാളാണല്ലേ. കാരണം നമ്മള് ഈ ഒരു പാർട്ടിക്ക് അങ്ങനെ പറയാമെന്നല്ല, അത് സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ആലപ്പുഴ മണ്ഡലത്തിൽ നമ്മളിപ്പോ ഏത് ക്ലാസ്സിൽ പെടുത്തും? ഒരുപക്ഷെ നിരീക്ഷകരാരും ആലപ്പുഴ മണ്ഡലത്തില് BJPക്ക് സാധ്യത, കാരണം പുന്നപ്ര വയലാറിന്റെ ഒരു പശ്ചാത്തലം. ഇപ്പൊ ഞാൻ ആലപ്പുഴയിൽ ഏതാണ്ട് 10 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. അന്ന് ഒരാൾ പോലും
ഞാനന്ന് മാരാരിക്കുളത്ത് ചേർത്തല എസ് എൻ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്താണ്, അച്യുതാനന്ദന്റെ മണ്ഡലമാണ്. BJP-ക്കാരായ ഒരാൾ പോലും അന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾ അന്ന് ആലപ്പുഴ ജില്ലയാണ്. കണ്ണൂരിനേക്കാളും ശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിൽ ഒരു മതവിശ്വാസത്തോടെ, നമുക്കറിയാം തുലാം 10-ന് നടത്തുന്ന ജനകീയ പരിപാടി ഉണ്ടല്ലോ, അവരുടെ അനുസ്മരണ പരിപാടികളും രക്തസാക്ഷി അനുസ്മരണവും ഒക്കെ. അപ്പൊ ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയായ ഒരു പ്രദേശം, അത് ക്രമേണ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നമുക്കറിയാം 96-ല് അച്യുതാനന്ദൻ നയനാർ ഗ്രൂപ്പ് സ്പ്ലിറ്റ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു. അവിടെ അച്യുതാനന്ദൻ പരാജയപ്പെടുന്നു. ആന്റിലോസിനെ പോലെയുള്ള ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കേണ്ടി വരുന്നു. പിന്നെ ആ തരത്തിൽ പിന്നീട് അവിടേതായ ഒരു ശിഥിലീകരണം, പിന്നെ JSSന്റെ രൂപീകരണം, അതൊക്കെ ആലപ്പുഴയിലെ ഇതുണ്ട്. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ SNDPക്ക് ഒരു പുനർജീവനം ഉണ്ടാകുന്നു. ഇതൊക്കെ നടക്കുന്നത് ഏതാണ്ട് 96, 97, 98 ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിനേക്കാൾ ശക്തമായിരുന്ന ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭകാലത്തിൽ, വിശേഷിച്ചും പുന്നപ്ര വയലാറിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിട്ടുള്ള വോട്ടിന്റെ കണക്ക് നമ്മൾ മാറുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് നമ്മൾ ജനങ്ങള് ഒരു പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. ഇപ്പം ഇന്ന് കേരളത്തിലെ BJP-യെ നോക്കിക്കാണുന്നത് കേവലം BJP-യുടെ കേരള നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കേന്ദ്ര തലത്തിൽ കഴിഞ്ഞ 10 വർഷം ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് BJP. ഇന്ത്യയുടെ ഭരണത്തിൽ വാജ്പേയിയുടെ ഭരണം അതുപോലെ ഒരു മാതൃകയായ ഭരണം, അഴിമതി രഹിതമായ വികസനോന്മുഖമായ ഒരു പ്രവർത്തനം വാജ്പേയി കാഴ്ചവെച്ചു. അത് നമുക്കറിയാം, നമ്മളെ അന്ന് ആ തരത്തിൽ വലിയൊരു മുന്നേറ്റം. സർ, പക്ഷേ വാജ്പേയിയേക്കാൾ കൂടുതൽ വിശ്വാസം മോദിയിൽ ജനങ്ങൾ പുലർത്തുന്നുണ്ട്. വാജ്പേയിയുടെ ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റുപിടിച്ചില്ല, പക്ഷേ മോദി പറയുന്നത് ഏറ്റുപിടിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഹിന്ദി ബെൽറ്റിൽ ഒതുങ്ങിയ പാർട്ടിയായിരുന്നു. കർണാടകത്തിൽ മാത്രമാണ് ചെറിയ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. പിന്നീട് DMKയോ AIADMKയോ അല്ലെങ്കിൽ TDP പോലെയുള്ള സൗത്ത് ഇന്ത്യൻ പാർട്ടികളും മറ്റ് TMC ഉൾപ്പെടെയുള്ള പാർട്ടികൾ തുടങ്ങി ജനതാദൾ യുണൈറ്റഡ്, അങ്ങനെ ഒരു അലയൻസിലൂടെയാണ് വരുന്നത്. വാജ്പേയിയുടെ പ്രഭാവത്തിന്റെ പരിമിതി സംഘടന ഏതാനും ഹിന്ദി സ്റ്റേറ്റിൽ ഒതുങ്ങി എന്നുള്ളത്. പക്ഷെ നരേന്ദ്രമോദി 2014 വരുമ്പോൾ ഹിന്ദി സ്റ്റേറ്റിൽ നിന്ന് അത് വെസ്റ്റേൺ ഇന്ത്യയിൽ കൂടെ, അതായത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അപ്പൊ ഈ 4 സംസ്ഥാനങ്ങൾ, 48 നിയോജക മണ്ഡലങ്ങളുള്ള സീറ്റുള്ള മഹാരാഷ്ട്രയും 28 മണ്ഡലങ്ങളുള്ള കർണാടകവും അതുപോലെ 26 മണ്ഡലങ്ങളുള്ള ഗുജറാത്തും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി BJP കൊടുക്കും. അപ്പം ഹിന്ദി ബെൽറ്റിൽ നിന്ന് അത് പടിഞ്ഞാറ് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ 14-ലെ തെരഞ്ഞെടുപ്പ് നമ്മൾ വരുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ 19-ലേക്ക് വരുമ്പോഴത്തേക്കും അത് കിഴക്കേ ഇന്ത്യയിലേക്ക്, വിശേഷിച്ചും ഒരു സീറ്റ് ഉണ്ടായിരുന്ന ബംഗാളിൽ 18 സീറ്റായിട്ടും, അതുപോലെ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഒറീസയിൽ നിന്ന് 8 സീറ്റായിട്ടും, ആസാമിൽ 10 സീറ്റായിട്ടും ഒക്കെ BJP വളരുന്നു. അപ്പം BJP-യുടെ വികാസം കുറച്ചുകൂടെ പാൻ ഇന്ത്യൻ ആയി. 2024 വരുമ്പോഴത്തേക്കും അത് സൗത്തിലേക്ക്, നമുക്കറിയാം ഇടയ്ക്ക് വെച്ചൊരു ഇതുണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യ വിഭിന്നമാണ്, BJP-ക്ക് വേരുണ്ടാകില്ല എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ തമിഴ്നാട് പോലും ഒരു നേതാവിനെ മുന്നിൽ നിർത്തി, അണ്ണാമലയെ മുന്നിൽ നിർത്തി BJP നടത്തിയ ഒരു വർഷത്തെ ഒരു ശ്രമഫലമായിട്ട് 2-3 ശതമാനത്തിൽ നിന്ന് 18 ശതമാനമായിട്ടും, ഏതാണ്ട് 12ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം വരാൻ കഴിഞ്ഞ നിസ്സാര കാര്യമല്ല. തമിഴ്നാട് പോലെയുള്ള വളരെ ബൈപ്പോളാർ ദ്രവിഡിയൻ പോളിറ്റിക്സ് ശക്തമായ ഒരു സ്ഥലത്ത് ദേശീയ പാർട്ടികൾക്ക്, വിശേഷിച്ച് കോൺഗ്രസ് 67-ന് ശേഷം അവിടെ ഭരണത്തിലേ വരാത്തൊരു സംസ്ഥാനമാണ്. അവിടെ BJP-ക്ക് ഒരു ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനതിനെ വിജയത്തിന്റെ തലത്തിൽ മാത്രമല്ല കാണുന്നത്, എങ്ങനെയാണ് പാർട്ടിയുടെ വളർച്ച എന്നുള്ളതാണ്. അപ്പൊ കേരളം, എനിക്ക് തോന്നുന്നു കേരളത്തില് ഇന്നത്തെ മുഖ്യമന്ത്രി നമ്മള് റഷ്യയിലെ ഗോർബച്ചേവിനെ പോലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരിക്കും സാധ്യത. കാരണം ഞാൻ കേരളത്തിലേക്ക് സാറിനെ വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, സമയപരിധി കൊണ്ടാണ്. സാർ, നമ്മുടെ ഈ 2026-ലെ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ കേരളം പിറക്കുമെന്ന് സാർ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ച, ജനങ്ങളിൽ നേടിയ വിശ്വാസം. രണ്ടാമത്, ന്യൂനപക്ഷ സമൂഹത്തിൽ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കുറച്ചെങ്കിലും ഒരു സപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരു മാനസികമായ ഒരു പിന്തുണയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ടാവും. മുസ്ലിം സമൂഹത്തിലും
ഈ പറഞ്ഞ ഇവര് പേടിപ്പിച്ചതുപോലെയല്ല BJP എന്നുള്ള ഒരു തോന്നല് ഉണ്ടാവും. കാരണം കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ സംഘടനാപരമായ മികവെന്ന് ഞാൻ സൂചിപ്പിച്ചത്, കാരണം ഓരോ ബൂത്തിലും കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ BJPയുടെ പ്രവർത്തനം ഏതാണെങ്കിൽ മഞ്ചേശ്വരം, കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ 3-4 മണ്ഡലങ്ങളിൽ ഒതുങ്ങി A ക്ലാസ് B ക്ലാസ് എന്നുള്ള തലത്തിൽ നിന്ന് ഇന്നിപ്പോ എല്ലാ മണ്ഡലങ്ങളും A ക്ലാസ്സിലേക്ക് വരാം എന്നൊരു തോന്നൽ. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 2026 തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായിരിക്കും. ഒരു തേർഡ് ഫോഴ്സ്, തേർഡ് എൻറ്റിറ്റി, പൊളിറ്റിക്കൽ എൻറ്റിറ്റി കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി വരും. തീർച്ചയായിട്ടും ഇടതു മുന്നണിക്കും ഇന്നത്തെ ഇടത് മുന്നണികൾക്ക് ഭാവി, ഞാൻ 2031 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ അവസ്ഥയിലേക്ക് ഇത് പോകേണ്ടി വരും. ഞാനത് കേരളത്തിലെ ഒരു ലോങ് റണ്ണിൽ, അതായത് അടുത്ത 5 വർഷം, 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖഛായ മാറുമെന്നുള്ളതിന് ഒരു സംശയമില്ല. മാത്രമല്ല, ഹിന്ദു സമൂഹത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇതുവരെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും ഇടതുപക്ഷത്തിലൂടെ ആണ് അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടോ, രാഷ്ട്രീയ മാനങ്ങളുണ്ടോ, അതൊക്കെ ഇടതുപക്ഷത്തോടാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷത്തോട് നിന്ന സമൂഹം. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇടതുപക്ഷം അവരെ വളർത്തുകയല്ല, ദാരിദ്ര്യത്തെയും ജാതീയതയും ഒക്കെ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ട് പിന്നോക്കാവസ്ഥയിൽ തന്നെ നിർത്തി. രക്തസാക്ഷികളിൽ മാത്രമാണ് ന്യൂനപക്ഷ സമൂഹത്തിന് ഹ്യൂജ് മെജോറിറ്റി ഇടതുപക്ഷം കൊടുത്തിട്ടുള്ളത്. മറ്റു മേഖലകളിലൊന്നും ആ തരത്തിൽ വന്നില്ല. പക്ഷെ അവിടേക്ക് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന സമൂഹമാണ് ഇന്ന് BJPയിലേക്ക് ചേർന്നത്. കാരണം BJPയുടെ വളർച്ച, അതുകൊണ്ട് കോൺഗ്രസിനെ ഞാൻ ഇവിടെ എടുക്കാത്തതിന്റെ കാരണം നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. കാരണം കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത, ഇടതുപക്ഷത്തോടൊപ്പം തന്നെ കോൺഗ്രസിന് വോട്ട് ചോർന്നിട്ടുണ്ട് ഒരേപോലെ. ഇപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ 4% വോട്ട് കുറഞ്ഞിട്ടുണ്ട് ശശി തരൂരിന്, ഓരോ മണ്ഡലത്തിലും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അതിന് പകരം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഹിന്ദു വോട്ട് പുറത്തു പോയപ്പോൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ല. സർ, അവസാനമായി ഒരു ചെറിയ ചോദ്യം, ഒരു ചെറിയ ഉത്തരം, അത് പറഞ്ഞ് നമുക്ക് അവസാനത്തിലേക്ക് കടക്കാം. സർ, പശ്ചിമ ബംഗാളിലെ സമകാലീന രാഷ്ട്രീയ ചരിത്രം കേരളത്തിലെ CPM-നെ ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ ഇപ്പൊ നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷവും കോൺഗ്രസും വളരെ ദുർബലമായി. കോൺഗ്രസിന് 1 സീറ്റാണ് ലഭിച്ചത്, അവരെ വോട്ട് ശതമാനവും കുറഞ്ഞു. അതേസമയം BJP ശക്തമായ പ്രതിപക്ഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഡെമോഗ്രഫിക്കലായിട്ടുള്ള ഇഷ്യൂസും മറ്റു പല വിഷയങ്ങളുണ്ട്. പക്ഷെ എനിവേ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം ഇന്നൊരു ബൈപ്പോളർ പൊളിറ്റിക്സിലേക്ക് മാറി. ഈ തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിൽ കാണിക്കുന്ന ഒരു ബൈപ്പോളർ പൊളിറ്റിക്സ്, അതായത് BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള സമവാക്യം അവിടെ. ഇപ്പൊ കേരളത്തില് ഈ ഉടനെ ആ സാധ്യതയില്ല. പക്ഷെ കേരളത്തിൽ വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വന്നത് ദുർബലമായ ഇടതുപക്ഷവും സംഘടന കൊണ്ട് കോൺഗ്രസ് അത്രയും ശക്തമല്ലെങ്കിലും, പക്ഷെ സാമൂഹ്യമായ സാഹചര്യം കൊണ്ടും രാഷ്ട്രീയമായ സാഹചര്യം കൊണ്ടും BJPക്ക് ബദലായിട്ട് ഇന്ത്യ അലയൻസ് ഇന്നല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുമെന്നുള്ള സ്വപ്നമുള്ളതുകൊണ്ടും വളരെ സംഘടിതമായ മുസ്ലിം ന്യൂനപക്ഷം, 29% വോട്ട് വരുന്ന മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം കോൺഗ്രസിനുണ്ടാകുന്ന ദൗർബല്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് ബാധിക്കില്ല. അതേസമയം ഇടതുപക്ഷത്തിന് ഇനി ഏതൊക്കെ ചികിത്സ നടത്തിയാലും ഇടതുപക്ഷത്തിന്റെ ഹൃദയഭൂമിയിലേക്ക്, അതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് BJP ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു. ആ ആഴ്ന്നിറങ്ങിയത് ഒരു യാദൃച്ഛികമായ ഒരു സംഭവമല്ല, കഴിഞ്ഞ 10 വർഷം, ഒരു ദശകത്തിന്റെ പ്രവർത്തനപരമായ ഇതാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിന്റെ ഇതുവരെയുള്ള കേരളത്തിൽ നമ്മളെല്ലാവരും കേരളമായിട്ട് നറേറ്റീവ് ഉണ്ട്, ഇത് കേരളമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പ്രവചിച്ചിരുന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് പുതിയ കാലാവസ്ഥയിലേക്ക് കേരളം ഉറപ്പായിട്ടും മാറും. അപ്പൊ അത് ബംഗാളിന് സമാനമായ അല്ലെങ്കിൽ ത്രിപുരയ്ക്ക് സമാനമായ, ബംഗാളായിരിക്കും നമുക്ക് കുറച്ചുകൂടി കേരളത്തിന് യോജിക്കുന്നത്. കാരണം ന്യൂനപക്ഷം ബംഗാളിൽ ഏതാണ്ട് 34% ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഏതാണ്ട് 30% മുസ്ലിം ന്യൂനപക്ഷം, 28-29% മുസ്ലിം ന്യൂനപക്ഷവും ഏതാണ്ട് 20%-ഓളം ക്രിസ്ത്യൻ ന്യൂനപക്ഷവും കൂടെയുണ്ട്. അപ്പം കേരളത്തില്
കുറച്ചുകൂടെ ശക്തമായ ഒരു ഇതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഉന്നയിച്ച ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയവും അതിന്റെ ഭീതിയുമൊക്കെ സ്വീകരിച്ച ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് പക്ഷത്തേക്ക് പോവുകയും, എന്നാൽ ഇടതുപക്ഷം തങ്ങളെയൊക്കെ കളഞ്ഞിച്ച് ന്യൂനപക്ഷത്തിനെ അപ്പീസ് ചെയ്ത് നടക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും, അതുപോലെ വികസനത്തിലും അഴിമതിയിലും വികസനത്തോട് അവർ കാണിക്കുന്ന സമീപനവും മലയാളി യുവത്വം മുഴുവനും കേരളത്തിൽ പുറത്തു, ഇപ്പം വിദ്യാഭ്യാസത്തിനും കൂടെ കേരളത്തിന് പുറത്തു പോകുന്നു, ജോലിക്ക് പുറത്തു പോകുന്നു. അപ്പം ബംഗാളിലെ യുവജനങ്ങൾ ഇന്ത്യ മുഴുവനും തൊഴിലാളികളായി മൈഗ്രന്റ് ലേബേഴ്സ് ആയി മാറി. ഇപ്പൊ മലയാളികളും കുറച്ചുകൂടി വൈറ്റ് കോളർ മൈഗ്രന്റ് ലേബേഴ്സ് ആയി മാറി. ഇപ്പൊ ബംഗാളും കേരളം നമ്മൾ യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പൊ അവർ കുറച്ചുകൂടി മാനുവൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ കുറച്ചുകൂടെ വൈറ്റ് കോളർ ജോലിയിലേക്കാണെങ്കിലും ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും മലയാളി യുവാക്കൾ, ടാലന്റഡ് മലയാളി യുവാക്കൾ മുഴുവനും പുറത്തേക്ക് ഒഴുകാണ്. അപ്പൊ ആ തരത്തിൽ കേരളത്തിലെ സാഹചര്യത്തിൽ BJP ഒരു ആസ്പിറേഷണൽ പോളിറ്റിക്സ് മുന്നിൽ വയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം, അപ്പൊ അത് 10 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ. ഒരു ഗവൺമെന്റിനെ നമ്മൾ ജനങ്ങൾ വിലയിരുത്തുന്നത് എപ്പോഴും അത് എന്ത് ചെയ്തു എന്നുള്ളത്. രാഷ്ട്രീയമായി നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ രാഷ്ട്രീയ തലത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ചില നറേറ്റീവ്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെയല്ല റിയാലിറ്റി എന്ന് പറയും. അപ്പൊ ഇത് ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്യും, അല്ലെങ്കിൽ അത് ഒരു കാലഘട്ടത്തിൽ അറിയാലോ, സവർണ മനുസ്മൃതിയും സവർണ മേധാവിത്വവും ബ്രാഹ്മണാധിപത്യവും ഹിന്ദിയും ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് ഫാസിസമായി ആ തരത്തിൽ പല പല നറേറ്റീവ്സും വന്നു. ഇതൊക്കെ വിശ്വസിച്ചിരുന്ന കേരളത്തിലെ ഒരു ജനസമൂഹം ഇന്ന് BJPയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഒരു നിയോജക മണ്ഡലത്തിലോ കേന്ദ്രീകരിച്ചിട്ടില്ല. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സമയമുണ്ടെന്ന് എനിക്കുണ്ട്, അതിന്റെ കണക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ മണ്ഡലത്തിലെ അടുത്ത എപ്പിസോഡിൽ അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്നത്. ഇപ്പൊ നമുക്കൊപ്പം സംസാരിച്ചത് ഈ ABC ചാറ്റിൽ സംസാരിച്ചത് K. ജയപ്രസാദാണ്. അദ്ദേഹം കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറും ഡീനുമാണ്. അപ്പോൾ അദ്ദേഹം 45 മണ്ഡലങ്ങളിൽ വരെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെ മണ്ഡലമാണ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.